നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും ഏറെ വേദനാജനകമായ വാർത്തകൾ പലപ്പോഴും പുറത്തു വരാറുണ്ട്. ഇത് പ്രവാസികൾക്ക് ഏറെ ഞെട്ടലുളവാക്കുന്നവയാണ്. അതെ, വീണ്ടും ഇതാ മറ്റൊരു വാർത്ത കൂടി. 3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുന്ന പിതാവിനെ സ്വീകരിക്കാൻ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ മക്കൾക്ക് ലഭിച്ചത് വിമാനത്തിൽ വെച്ച് മരിച്ച 40-കാരന്റെ മൃതദേഹമായിരുന്നു. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്ന യുവാവ് വിമാനത്തിൽ വെച്ച് തന്നെ മരണമടയുകയുണ്ടായി. മലപ്പുറം മൂര്യയിലെ വടക്കത്തിയിൽ മുഹമ്മദ് ഫൈസലാണ് മരിച്ചത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നലെ രാവിലെ 6:10 ലാൻഡ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പാണ് മരണം സംഭവിച്ചതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എയർ ഇന്ത്യ വിമാനത്തിൽ ഷാർജയിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. ഭാര്യ അബിദയും മക്കളായ മുഹമ്മദ് ഫാദി, മുഹമ്മദ് ഫാസ് എന്നിവരും അടുത്ത ബന്ധുക്കളും സ്വീകരിക്കാൻ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത എത്തിയത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വൈകിട്ട് മോര്യ ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കം നടത്തുകയായിരുന്നു. ഫൈസൽ 3 വർഷം മുമ്പ് നാട്ടിൽ വന്നു പോയതായിരുന്നു. തലയ്ക്കുണ്ടായ അസുഖത്തിന് വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്. വി മൊയ്തുക്കുട്ടി BMU ദമ്പതികളുടെ മകനാണ് ഫൈസൽ. അതേസമയം ICF പ്രവർത്തകനായിരുന്ന മലയാളി സൗദി അറേബ്യയിൽ മരിച്ചു. കോഴിക്കോട് ഫറൂഖ് മണ്ണൂർ വളവിൽ വടക്കുംപാട് വയലിലാകത്ത് മുഹമ്മദ് കോയ എന്ന കോയാത്തങ്ങളാണ് ജിദ്ദയിൽ വെച്ച് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടോടെ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് വിമാനത്താവളത്തിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. തുടർന്ന് കിങ് അബ്ദുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ടോടെ തന്നെ മരണപ്പെട്ടു. 30 വർഷത്തോളമായി ജിദ്ദ ഹജ്ജ് സേവന സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. 2 വർഷത്തിലേറെയായി നാട്ടിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഹജ്ജിന് ശേഷം അവധിക്ക് നാട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് മരണം സംഭവിച്ചത്. പിതാവ് പരേതനായ ബീരാൻ കോയ, മാതാവ് സൈനബ ബീവി. സജീവ ICF പ്രവർത്തകനായിരുന്ന ഇദ്ദേഹം ഷറഫിയ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹി കൂടിയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.